ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതല്ലെങ്കിൽ കണ്ടീഷൻസ് ഫോർ ക്ലെയിമിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അപ്പോർഷൻമെൻറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, വേരിയസ് സർക്കംസ്റ്റാൻസസ്. ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം എന്താണ് ഇൻപുട്ട് ക്രെഡിറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. Input credit means at the time of paying tax on output, you can reduce the tax you have already paid on input. നമ്മൾ GST എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ സെയിൽ ചെയ്താൽ അതിൻ്റെ മുകളിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടാക്സ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മളത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. സെയിൽ നടത്തുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഗവൺമെൻറ്റിലേക്ക് കളക്ട് ചെയ്ത് അടയ്ക്കേണ്ട ടാക്സിനാണ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയും. ഇനി യു ക്യാൻ റെഡ്യൂസ് ദ ടാക്സ് യു ഹാവ് ഓൾറെഡി പെയ്ഡ് ഓൺ ഇൻപുട്ട്. ഇനി നമ്മൾ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത് നമ്മുടെ കൈവശം കിട്ടിയ ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണോ അതിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്ത ടാക്സ് നമുക്ക് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, GST പേയബിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വാട്ട് ഈസ് ഇൻപുട്ട് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും ഇൻപുട്ട് ടാക്സ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ഇൻപുട്ട് ക്രെഡിറ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ യു ആർ എ മാനുഫാക്ചറാണ്. ഫൈനൽ പ്രോഡക്റ്റ് വിറ്റപ്പോൾ 450 രൂപ ടാക്സ് കിട്ടി, പർച്ചേസ് ചെയ്തപ്പോൾ 300 രൂപ ടാക്സ് കൊടുത്തു. യു ക്യാൻ ക്ലെയിം ഇൻപുട്ട് ക്രെഡിറ്റ് ഓഫ് ₹300 ആൻഡ് യു ഓൺലി നീഡ് ടു ഡെപ്പോസിറ്റ് ₹150 ഇൻ ടാക്സസ്. ടാക്സ് പേയബിൾ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്. അപ്പോൾ നോക്കിയേ, 450 മൈനസ് 300 150 രൂപ കിട്ടി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സ് കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ GSTയുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. The following are the important provisions relating to input tax credit. Okay, every registered person shall be entitled to take credit of input tax charged on taxable supply of goods or services or both to him which are used or intended to be used in the course or furtherance of his business. രജിസ്ട്രേഷൻ ഉള്ള ആളുകൾക്കാണ് സെയിൽ ചെയ്യുമ്പോൾ ടാക്സ് കളക്ട് ചെയ്യാനും പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത ടാക്സ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടിയ ടാക്സിൽ നിന്ന് കുറയ്ക്കാനായിട്ട് അധികാരമുള്ളൂ. അപ്പോൾ ഇനി രജിസ്റ്റേർഡ് പേഴ്സണ് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത സമയത്തെ ടാക്സ് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഈ വാങ്ങിയിരിക്കുന്ന വസ്തു വിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മേടിച്ചത് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ വിൽക്കാൻ വാങ്ങുന്ന സാധനങ്ങളായിരിക്കണം, അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മേടിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇൻ ട്രേഡ്, നമ്മൾ പുട്ടുപൊടി വിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടെ അരി വാങ്ങുന്നതാണ്, റൈസ്, പച്ചരി വാങ്ങുന്നതാണ്. അത് നമ്മൾ വാങ്ങുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് ആണ്. കാരണം നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി എന്താ? അരി മേടിക്കുക, പൊടിക്കുക, പാക്ക് ചെയ്യുക, അരിപ്പൊടിയായിട്ട് വിൽക്കുക. ഇനി ഫർദറൻസ് ഓഫ് ഹിസ് ബിസിനസ് ഉണ്ട്. അദ്ദേഹം ഒരു അഡ്വർടൈസ്മെന്റ് നടത്തുന്നു, അദ്ദേഹം പരസ്യം ചെയ്യുന്നു, ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ്.
അല്ലെങ്കിൽ അദ്ദേഹം പുതിയൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ്, ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അദ്ദേഹം ഒരു മെഷീനറി വാങ്ങുന്നു, ഇതൊക്കെ എന്താണ്. അപ്പം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വിൽക്കാനോ അല്ലെങ്കിൽ വിൽക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് അതിന്റെ ഇൻപുട്ട് ടാക്സ് ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ കേസ് അതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ബിസിനസ്സിൽ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണോ, അതല്ല ഫ്യൂച്ചറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള, ഉപയോഗിക്കണം എന്നില്ല, ഇത് വിൽക്കാൻ വേണ്ടിയിട്ടോ ബിസിനസിന്റെ ഫർദറൻസിനോ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് അലൗഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ഓൺലി. ഇനി GST രജിസ്ട്രേഷൻ എടുത്ത് വെക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനായിട്ട്, അതായത് ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും ഇൻപുട്ട് ടാക്സ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ രജിസ്റ്റേർഡ് പേഴ്സൺ മാത്രമാണ് അത് അവകാശമുള്ളൂ. ഹു എൻടൈറ്റിൽ ടു ദ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അദ്ദേഹം ഏതെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട് വരുന്ന, വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗുഡ്സിന്റെ മേളിലും സർവീസിന്റെ മേളിലുമുള്ള ടാക്സ് അദ്ദേഹത്തിന് എടുക്കാവുന്നതാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി അലൗഡ് ഓൺലി ഓൺ ദ സപ്പോർട്ട് ഓഫ് എ ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ നമ്മളൊരു 50 കിലോ അരി അല്ലെങ്കിൽ ഒരു 500 കിലോ അരി വാങ്ങിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടാക്സ് ഇൻവോയ്സ് കൈവശം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഒരു ഡെബിറ്റ് നോട്ട് ഓർ എ tax invoice or a debit note issued by a supplier registered under the act. അപ്പോൾ ഈ സപ്ലയറും രജിസ്റ്റേർഡ് ആയിരിക്കണം, അപ്പോൾ ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവണം. ഓർ ഓൺ ദ സപ്പോർട്ട് ഓഫ് എനി അതർ ടാക്സ് പേയിങ് ഡോക്യുമെന്റ് പ്രിസ്ക്രൈബ്ഡ്, അല്ലെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെന്റ് കൈവശം ഉണ്ടാവണം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി അലൗഡ് ഓൺലി ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് റിസീവ്ഡ്. The following cases goods are deemed to be received. ഇനി സാധനങ്ങളും സേവനങ്ങളും ആക്ച്വലി നമ്മൾ അവിടെ റിസീവ് ചെയ്തിട്ടുണ്ടാവണം. If a supplier has delivered the goods to a recipient or any other person on the direction of a registered person or his agent or അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് delivered the goods to a recipient or any other person on the direction of a registered person or his agent. അപ്പോൾ ഒരു ഏജന്റ് വഴിയോ പ്രിൻസിപ്പാൾ വഴിയോ വിറ്റ് കഴിഞ്ഞാലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് അലൗബിൾ ആണ്. If the document of the title are transferred before during movement of goods. ഇനി ഒരു ഗുഡ്സ് മൂവ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഓണർഷിപ്പ് കൈമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. അങ്ങനെയുള്ള ഇൻവോയ്സിന്റെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്. ഇനി ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ എടുക്കണമെങ്കിൽ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന അസറ്റ് എന്ത് ചെയ്യണം, റിസീവ് ചെയ്തിട്ടുണ്ടാവണം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി അലൗഡ് ഓൺലി അഗൈൻസ്റ്റ് ദ ഔട്ട്പുട്ട് ടാക്സ് ചാർജ് ആൻഡ് പെയ്ഡ് ടു ദ ഗവൺമെന്റ്. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എന്തോരം എടുക്കാൻ പറ്റുള്ളൂ, only against the input tax credit shall be allowed only against the output tax charged and paid to the government. The output tax may be paid either in cash or through utilization of input tax credit admissible. ഇനി നമുക്ക് ഇൻപുട്ട് ടാക്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഏതിൽ നിന്ന് മാത്രമേ ഉള്ളൂ, ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗവൺമെന്റിന് ഔട്ട്പുട്ട് ടാക്സ് എത്ര കൊടുക്കാനുണ്ടോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാലൻസ് ഉള്ള ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ ക്യാഷ് ആയിട്ട് അടയ്ക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇൻപുട്ട് നമുക്ക് ഉപയോഗിക്കാം, ഇൻപുട്ട് തികയാണ്ട് വന്നാൽ നമ്മൾ ക്യാഷ് ആയിട്ട് ബാലൻസ് പോർഷൻ അടയ്ക്കണം. Input tax credit shall be allowed only if the return under section 35 has been furnished. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ടാക്സ് കിട്ടണമെങ്കിൽ നമ്മൾ റിട്ടേൺസ് എല്ലാം എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. അത് സപ്ലയറും ഫയൽ ചെയ്യണം, ബയറും ഫയൽ ചെയ്യണം. Where the goods are received in lots or installment, the registered person shall be entitled to take input tax credit upon receipt of the last lot or installment.
ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മൾ ലോട്ടായിട്ടൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പേരിലേക്ക് ഇൻവോയ്സ് അത് ആ പ്രോഡക്റ്റ് മാറിയിട്ടുണ്ടായെങ്കിൽ ഇൻവോയ്സ് ഉണ്ടായെങ്കിൽ നമുക്ക് അന്നേരം അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി വേറെ റെസിപ്പിയന്റ് fails to pay the amount towards the value of supply along with tax payable thereon within 180 days from the date of issue of invoice by the supplier, the input tax credit availed by the recipient shall added to his output tax liability along with interest at the rate of 18%. This provision is applicable for goods or services on which reverse charge is applicable because in such cases it is the recipient who pays tax. അതായത് ഇനി നമ്മൾ ഒരു സാധനമോ സേവനമോ നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം 180 ദിവസത്തിനുള്ളിൽ നമ്മൾ പേയ്മെന്റ് എന്ത് ചെയ്യണം, തിരിച്ച് കൊടുത്തിട്ടുണ്ടാവണം. നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു, സപ്പോസ് നമ്മളൊന്ന് അസ്യൂം ചെയ്യാം, 6 മാസമായിട്ടും നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഇൻവോയ്സിൻ്റെ മേളിലുള്ള ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഈ ഇൻവോയ്സ് കിട്ടി അന്ന് നമ്മൾ എടുത്തു പോയെങ്കിൽ എന്ത് ചെയ്യണം, 180 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തില്ല എങ്കിൽ 181ാമത്തെ ദിവസം അത് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിലേക്ക് ആഡ് ചെയ്തിട്ട് 18% പലിശയുടെ കൂട്ടി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യണം, തിരിച്ച് അടയ്ക്കണം. താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. No input tax credit after claiming depreciation. According to GST law, a registered person can claim full input tax credit for capital goods. Capital goodsന്റെ ഇൻപുട്ട് ടാക്സ് മുഴുവനായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കാം. Where a registered person has claimed depreciation on the tax component of the capital goods and plant and machinery under the provisions of the Income Tax Act 1961, the input tax credit on the tax component shall not be allowed. The input tax credit on the above mentioned situation may arise in the case of capital goods already in use or in the case of capital goods on which full tax credit has not been availed due to any reason. ഇവിടെ ഡിപ്രീസിയേഷൻ, ഒരു അസറ്റിൻ്റെ മേളിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഈ അസറ്റിൻ്റെ വാല്യൂവിൽ ടാക്സ് എമൗണ്ടും കൂടെ കൂട്ടിയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇനി അടുത്ത് പറയുന്നത് ടൈം ലിമിറ്റ് ഫോർ ക്ലെയിമിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, സെക്ഷൻ 16(4) പറയുന്നത്. The input tax credit of an invoice can be availed within 1 year from the date of invoice or debit note. It should be claimed before filing the GST return for the month of September following the financial year to which that invoice pertains or before filing the relevant annual return whichever is early. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April to 31st March നെക്സ്റ്റ് ഇയർ ആണ്. നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും ഒരു ഇൻവോയ്സ് മിസ് ചെയ്ത് പോയാൽ, പർച്ചേസ് ഇൻവോയ്സ് മിസ് ചെയ്തു പോയി, അതിൻ്റെ ഇൻപുട്ട് ടാക്സ് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ 1 വർഷത്തിനുള്ളിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ അതിനൊരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. പിറ്റേ വർഷം നമ്മൾ നഷ്ടപ്പെട്ടു പോയ ആദ്യത്തെ വർഷം, അപ്പോൾ പിറ്റേ വർഷം സെക്കൻഡ് ഇയറിൽ സെപ്റ്റംബർ മാസത്തെ GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇപ്പോൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31st December ആണ്. അപ്പോൾ എന്ന് വരെ നമുക്ക് കിട്ടുള്ളൂ, സെപ്റ്റംബർ വരെ കിട്ടുള്ളൂ. അതേസമയം നമ്മൾ ഓഗസ്റ്റിൽ GSTയുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് പോയാൽ അത് എന്ന് വരെ കിട്ടുള്ളൂ, ഓഗസ്റ്റ് വരെ കിട്ടുള്ളൂ. അപ്പോൾ വിച്ച് എവർ ഈസ് ഏർലിയർ എന്നുള്ളതാണ് നോക്കേണ്ടത്. നോ ഇൻപുട്ട് ടാക്സ് ഓൺ ഗുഡ്സ് അതർ ദാൻ ഫോർ ബിസിനസ് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിച്ചാൽ ബിസിനസ് പർപ്പസിന് വേണ്ടി വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകളുടെ മേളിൽ മാത്രമാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ GST ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല.
Mr. X, a registered person, carpet business ചെയ്യുന്ന ഒരാളാണ്, purchase carpet for rupees 2,24,000. Rupees 2 lakh plus GST rate 12%. He sold half of the carpet for 1,50,000 plus GST. He used the remaining half for his own home. Compute the next tax payable, net tax payable and input tax credit. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ ഔട്ട്പുട്ട് ടാക്സ് കളക്റ്റഡ് 1,50,000 12% 18,000 രൂപ ലെസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 2,00,000 12% എന്ന് പറയുമ്പം 24,000 രൂപയാണ്. അതിൽ ഹാഫാണ് വിറ്റിട്ടുള്ളൂ, ഹാഫ് പേഴ്സണൽ ആവശ്യത്തിനാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, 12,000 രൂപയെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് 6,000 രൂപ നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണം. നോ ഇൻപുട്ട് ടാക്സ് ഓൺ ഗുഡ്സ് യൂസ്ഡ് ഫോർ എക്സംപ്റ്റ് സപ്ലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സംപ്റ്റ് സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ടാക്സബിൾ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് അതിന് ടാക്സ് ഇല്ലാണ്ട് വരികയാണ് എങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് ടാക്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല. Where the goods or services or both are used by the registered person partly for affecting taxable supplies, including zero rated supplies, and partly for affecting exempt supplies, the amount of credit shall be restricted to so much of the input tax as is attributable to the taxable supplies, including zero rated supplies. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടാക്സബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യും, അതുകൊണ്ട് നമ്മൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി. ഇനി ഔട്ട്പുട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന സമയത്ത് അത് എക്സംപ്റ്റഡ് ആണ്, ടാക്സ് ഒഴിവാക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ അത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് അതിൻ്റെ ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു കാരണവശാലും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ വാങ്ങുന്ന സാധനത്തിൽ പകുതി ടാക്സബിൾ സപ്ലൈയും പകുതി എക്സംപ്റ്റഡ് സപ്ലൈക്കുമാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എത്രയേ ഉള്ളൂ, ടാക്സബിൾ സപ്ലൈക്ക് എത്ര സെയിലുണ്ടോ, എത്ര മെറ്റീരിയൽ യൂസ് ചെയ്തോ അതിൻ്റെ മാത്രമാണ് നമുക്ക് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നോക്കിയേ, മിസ്റ്റർ എക്സ്, ദ ഓണർ ഓഫ് എ പ്രിന്റിംഗ് പ്രസ്, purchased a printing paper for rupees 4,48,000 inclusive of tax at the rate 12%. During the month of October 2018, the paper has been used as during the month itself follows. അപ്പം ഈ താഴെ പറയുന്ന വിധത്തിൽ അദ്ദേഹം പേപ്പർ വാങ്ങിച്ച് ഉപയോഗിച്ചു. 1/3 1/3 of the paper is used to publish അക്കാദമിക് ബുക്സ്. അതായത് ഒരു ബണ്ടില് പേപ്പർ റോളാണ് അദ്ദേഹം മേടിച്ചത്. അപ്പോൾ അതിലൊരു പോർഷൻ, 1/3 പോർഷൻ ടെക്സ്റ്റ് ബുക്ക്, അക്കാദമിക് ബുക്സ്, ഇറ്റ് ഈസ് നോൺ ടാക്സബിൾ ആണ്. അപ്പോൾ നോൺ ടാക്സബിളിനായിട്ട് ഉപയോഗിച്ചു. 1/3 സോൾഡ് ടു എ മാനുഫാക്ചറർ ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ. അതിൽ 1/3 ഭാഗം സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് വിറ്റു. അപ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ സീറോ റേറ്റഡ്. ബാലൻസ് യൂസ്ഡ് ടു മേക്ക് envelope, tax rate 18%. Assuming that Mr. X has collected output tax 45,000 during the month, compute input tax credit and tax payable for the month. Eligible input tax credit for the month of October. Okay, output tax 45,000. Input tax paid during the month 4,48,000 into 100 divided by 112. അപ്പോൾ ടാക്സ് എമൗണ്ട് 48,000 കിട്ടി. ലെസ് 1/3 മാത്രമാണ് നമുക്ക് ഈ 48,000-ന്റെ 1/3 നോൺ ടാക്സബിൾ സപ്ലൈക്കാണ് എടുത്തത്. അപ്പോൾ ആ 1/3 നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. പോയിട്ട് 32,000 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 32,000 രൂപ നമുക്ക് ഇനി എന്തായിട്ട് എടുക്കാം, എലിജിബിൾ ഇൻപുട്ട് ടാക്സ് ആയിട്ട് എടുക്കാം. അപ്പം പോയിട്ട് ബാലൻസ് അദ്ദേഹം 13,000 രൂപ ഇനി ടാക്സ് ബാലൻസ് ക്യാഷ് ആയിട്ട് അടയ്ക്കണം. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ നോക്കി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് അവൈലബിൾ ഫോർ സപ്ലൈ ഓഫ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ.
സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് 0 ആണെങ്കിലും സ്പെഷ്യൽ എക്കണോമിക് സോണിലായതുകൊണ്ട് നമുക്ക് ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വെൻ ഇൻപുട്ട് ഈസ് യൂസ്ഡ് ഫോർ എക്സംപ്റ്റഡ് ഗുഡ്സ്. ഇൻപുട്ട് നമ്മൾ എക്സംപ്റ്റഡ് ഗുഡ്സിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്തത് ഇൻപുട്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നെഗറ്റീവ് ലിസ്റ്റ്. ഇൻഎലിജിബിൾ എക്സ്പെൻസ് ഇൻ GST നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഎലിജിബിൾ ആയിട്ടുള്ള, അപ്പം ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് നിയമത്തില് സെക്ഷൻ 17(5) പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾക്ക് വാങ്ങുന്ന ഇൻപുട്ടുകളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്ലെയിം ചെയ്യാനായിട്ട് പാടില്ല. അപ്പം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ലിസ്റ്റ്. അതും കണ്ടിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര മാർക്കിൻ്റെ ആണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ച് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതിയാവും. നമുക്കൊന്ന് പറഞ്ഞു പോവാം. മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് അതർ കൺവേയൻസസ്. മോട്ടോർ വെഹിക്കിളോ അല്ലെങ്കിൽ നമ്മൾ വെസൽസ്, എയർക്രാഫ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ നോർമൽ കേസിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ വെഹിക്കിളോ കൺവേയൻസസോ ഒക്കെ വാങ്ങുന്നത് ഫർദർ സപ്ലൈ ഓഫ് സച്ച് വെഹിക്കിൾ ഓർ കൺവേയൻസ് ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കാം. ഡ്രൈവിംഗ് സ്കൂൾ നടത്താനോ ഫ്ലൈയിങ് സ്കൂൾ നടത്താനോ നാവിഗേഷനോ അങ്ങനെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് വാങ്ങുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാം. അതല്ല നമ്മൾ ഇനി വാങ്ങുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. ദ ഫോളോവിങ് സപ്ലൈ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഇനി ഫുഡും ഗുഡ്സും സർവീസും ഒരുമിച്ച് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ബിവറേജസ്, ഔട്ട്ഡോർ കേറ്ററിംഗ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ഹെൽത്ത് സർവീസസ്, കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി, ഈ വക കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ടാക്സ് മുടക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. വേർ ആൻ ഇൻവേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് making a same category of goods or services or as an element of taxable composite or mixed supply, input tax credit is eligible. അതേസമയം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ്, സെയിം കാറ്റഗറി സെയിം ബിസിനസ്. ഇപ്പം ബ്യൂട്ടി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലുകാർ ബ്യൂട്ടി ട്രീറ്റ്മെന്റിനുള്ള മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അതാണ് സെയിം കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി ക്ലബ് മെമ്പർഷിപ്പ് ഫീ, ഫിറ്റ്നസ് സെന്ററിലുള്ളത് ഇതൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. റെന്റ്, ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, travel benefit to employee on vacation like leave travel concession. However, input tax credit is available in the following cases: where the government notifies the services which are obligatory for an employer to provide its employee under any law. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നതോ കാര്യങ്ങളോ ഒക്കെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ നിയമം നിർബന്ധിക്കുന്നത് കൊണ്ടാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ക്ലെയിം ചെയ്യാവുന്നത് തന്നെ ആണ്. അപ്പോൾ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട കേസാണ് ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഇൻപുട്ട് ടാക്സ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്, നമ്മൾ വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മീൻസ് at the time of paying tax on output you can reduce the tax you have already paid on input. നമ്മൾ സെയിൽ ചെയ്ത് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യും, അതിൽ നിന്ന് പർച്ചേസ് ചെയ്ത സമയത്ത് ടാക്സ് കുറച്ചിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് കുറയ്ക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. രജിസ്റ്റേർഡ് പേഴ്സൺ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ബിസിനസ്സിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിന്റെ ഫർദർസിന് വേണ്ടിയിട്ടോ ആയിരിക്കണം.
Input tax credit is allowed to a registered person only who entitled to the credit of input tax in respect of any supply of goods or services. ഇനി നമുക്ക് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി അലൗഡ് ഓൺലി ഓൺ ദ സപ്പോർട്ട്. ഇപ്പോൾ ഒരു ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ് ഡോക്യുമെന്റ് കൈവശം ഉണ്ടാകണം. ഇനി നമ്മൾ ഈ പറയുന്ന സാധനമോ സേവനമോ നമ്മൾ ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ടാവണം. നമ്മളിനി ഗവൺമെന്റിലേക്ക് പേ ചെയ്യാനുള്ള ഔട്ട്പുട്ട് ടാക്സിന് എത്രയുണ്ടോ അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇനി വാങ്ങുന്നയാളും വിൽക്കുന്നയാളും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. നമ്മളിനി ഹയർ പർച്ചേസിലോ ഇൻസ്റ്റാൾമെന്റിലോ ലോട്ട്സ് ആയിട്ടോ കുറച്ചൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് മുതൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാം. ഇനി നമ്മൾ ഒരു ബില്ല് റിസീവ് ചെയ്താൽ 180 ദിവസത്തിനുള്ളിൽ അതിന്റെ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവണം. ഇല്ല എങ്കിൽ നമ്മൾ 181ാമത്തെ ദിവസം നമ്മൾ എടുത്ത ഇൻപുട്ട് ടാക്സ് റിവേഴ്സ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഉൾപ്പെടെയാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്ലെയിം ചെയ്യാം, വിട്ടുപോയി കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ. അത് 2 ഡേറ്റ് ആണ് നോക്കുക. ഒന്ന് സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്ത ഡേറ്റ് എടുക്കും, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത ഡേറ്റ് എടുക്കും. വിട്ടുപോയ ഫിനാൻഷ്യൽ ഇയറിലെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത ഡേറ്റ് എടുക്കും. അതിൽ വിച്ച് എവർ ഈസ് എയർലിയർ, ഏതാണോ ആദ്യം നടന്നതിന് ആ ഡേറ്റ് വെച്ചിട്ട് നമ്മളത് ഫിക്സ് ചെയ്യും. ബിസിനസിന്റെ പർപ്പസിനല്ലാതെ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് എന്ന് കുറയ്ക്കാൻ പറ്റില്ല. നോ ഇൻപുട്ട് ടാക്സ് ഓൺ ഗുഡ്സ് യൂസ്ഡ് ഫോർ എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇനി സെക്ഷൻ 17(5) പറയുന്ന ഇന്നെലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് പർച്ചേസുകളാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് അനുവാദം ഇല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. സൈനിങ് ഓഫ്. താങ്ക് യു.